നമസ്കാരം സർ. അനിയ, ആരാ ഈ പുതിയ ക്യാരക്ടർ? ഇതെന്റെ ബോസായിട്ടാ, ചക്രവർത്തി സർ. അനിയ, കല്യാണത്തിനല്ലേ വിളിക്കേണ്ടത്? ഫോട്ടോഷൂട്ടിനാണോ ഗസ്റ്റ് ആയിട്ട് വിളിക്കുന്നത്? ഞാൻ വിളിച്ചിട്ടൊന്നുമില്ല ഏട്ടാ, അദ്ദേഹമായിട്ട് വന്നതാ. എന്താ ഇത്ര സീരിയസ് ആയിട്ട് നിൽക്കുന്നേ? നമ്മൾ ഇദ്ദേഹത്തിന്റെ ആസ്തി തട്ടിയെടുത്തതുപോലെ. നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നത്? ഓഫീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് ഓഫീസിൽ വെച്ച് തന്നെ സംസാരിക്കണം. ഞങ്ങളുടെ ഒരു പേഴ്സണൽ ഫംഗ്ഷനിലേക്ക് ഇൻവിറ്റേഷൻ ഇല്ലാതെ എന്തിനാ വന്നത്? നീ എന്തിനാ ടെൻഷനാവുന്ന നിഹാരിക? എനിക്കതിന് ടെൻഷനൊന്നും ഇല്ലല്ലോ. ചക്രവർത്തി സാർ, എന്താ പ്രശ്നം? എന്തിനാ വന്നത്? നിങ്ങളിങ്ങനെ കാരണമൊന്നും ഇല്ലാതെ വരില്ലല്ലോ. എന്തിനാ വന്നതെന്ന് പറയൂ സർ. ഈ നിഹാരികയെ കുറിച്ച് നിങ്ങളെല്ലാം കുറച്ച് സത്യങ്ങൾ ബോധിപ്പിക്കാൻ വേണ്ടി വന്നത്. സത്യങ്ങളോ? സത്യങ്ങളല്ല, അയാൾ പറയുന്നത് മുഴുവൻ കള്ളവാ. ചക്രവർത്തി സാർ അതിന് ഇതുവരെ ഒന്നും പറഞ്ഞില്ലേ നിഹാരിക? വേദവതി അമ്മേ, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ചും നിങ്ങളുടെ ആചാരങ്ങളെക്കുറിച്ചും എനിക്ക് നന്നായിട്ടറിയാം. ഈ നിഹാരികയ്ക്ക് നിങ്ങളുടെ മരുമകളാകാനുള്ള ഒരു അർഹതയുമില്ല. അർഹതയില്ലെന്ന് നിങ്ങൾ എങ്ങനെയാ പറയുന്നേ? നിഹാരിയെ കുറിച്ച് എന്തറിഞ്ഞിട്ടാ നിങ്ങൾ അങ്ങനെ പറഞ്ഞത്? നിങ്ങൾക്കറിയാത്ത പല സത്യങ്ങളും എനിക്കറിയാവുന്നതുകൊണ്ട്. ഹലോ, ഇവിടെ മാഷേ. എന്റെ നിഹാരിക ടോപ്പ് ക്ലാസ് പെൺകുട്ടിയാ. കോടിയിൽ ഇതുപോലെ ഒരെണ്ണത്തിനെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാ. ഹൈബ്രിഡ് പെണ്ണാ. ആദ്യം അയാൾക്ക് പറയാനുള്ള കാര്യങ്ങൾ അയാൾ പറയട്ടെ, അത് കേട്ടിട്ട് നമുക്ക് സംസാരിക്കാം. ഈ നിഹാരിക ശ്രീകരനെ പ്രേമിക്കുന്നതിന് മുമ്പ് എന്റെ മകനെ പ്രേമിച്ചിരുന്നു. എന്റെ മകനെ ഒരു ഭ്രാന്തനാക്കി മാറ്റി ഉപേക്ഷിച്ചു കളഞ്ഞു. അവനിപ്പോ ഒരു ജീവച്ഛവം മാത്രമാണ്. നിഹാരിക നിഹാരിക എന്ന് രാത്രി എന്നില്ല പകലെന്നില്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്റെ ഏക മകന്റെ ജീവിതം നശിപ്പിച്ചവളാണ് ഇവള്. ശ്രീകരനെ സ്വന്തമാക്കാൻ കഴിയാതെ വന്നപ്പോ ദേ കണ്ടോ, നിങ്ങളുടെ രണ്ടാമത്തെ മകനെ പിടിച്ചോള്. ഇതുപോലെ ഒരുപാട് ജീവിതങ്ങൾ ഇവള് ഇല്ലാതാക്കിയിട്ടുണ്ട്. ഈ നിഹാരിയെ നിങ്ങൾ വിശ്വസിക്കരുത്. നിങ്ങളുടെ കുടുംബത്തിന് നാശം കണ്ടേ അടങ്ങൂ ഇവള്. അനാവശ്യമായി നിഹാരികയെ കുറിച്ച് നിങ്ങൾ അപവാദങ്ങൾ പറഞ്ഞേക്കരുത്. ഞാൻ പറഞ്ഞത് ഒരിക്കലും അപവാദങ്ങളല്ല, സത്യങ്ങളാണ്. ഞാൻ കെട്ടാൻ പോകുന്ന പെണ്ണിനെ കുറിച്ച് നിക്ക് മോനെ, സമാധാനപ്പെട്. നിങ്ങൾ പഠിച്ച ആളാണ്, ഒരുപാട് സ്ഥാപനങ്ങൾ നടത്തുന്ന ആളല്ലേ നിങ്ങള്. ഒരു പെൺകുട്ടിയെ കുറിച്ച് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സ് വന്നത്? നിഹാരിയുടെ സ്ഥാനത്ത് നിങ്ങളുടെ മകളായിരുന്നെങ്കിൽ ഇങ്ങനെ പറയുമായിരുന്നോ? എനിക്കിങ്ങനെ ഒരു മകൾ ഉണ്ടായിരുന്നെങ്കിൽ കൊന്നുകളഞ്ഞേനെ ഞാൻ. അദ്ദേഹം ശ്രീകരേട്ടന്റെ ബോസ് ആയിരിക്കാം. ഇന്ന് കരുതി ഇതും കേട്ട് നിൽക്കണോ അച്ഛാ? പിടിച്ച് പുറത്താക്ക അയാളെ. സത്യം എന്താണെന്ന് അറിയുന്നതിന് മുമ്പേ ഇങ്ങനെ പിടിച്ച് പുറത്താക്കിയ അതിന്റെ ദോഷം നിനക്ക് തന്നെയാ നിഹാരിക. അതെ നിഹാരിക, കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് നീ നിന്റെ നിരപരാധിത്വം തെളിയിക്കാ വേണ്ടത്. ആരോ ചെളി വാരി എറിഞ്ഞതിന് നിഹാരിക എന്തിനാ അത് ബോധ്യപ്പെടുത്തുന്നേ? ചെളി വാരി എറിഞ്ഞവരെ ആ ചെളി തുടച്ചു തരില്ല ഏട്ടത്തി. അത് നമ്മളാ മാറ്റണ്ടേ. നിങ്ങൾ അയാളെ ഏറ്റുപാടുന്ന എന്തിനാ? ഏറ്റുപാടുന്നതോ ന്യായീകരിക്കുന്നതോ ഒന്നും അല്ല ചേച്ചി. അദ്ദേഹം ചോദിച്ചതിനുള്ള ഉത്തരം നമ്മൾ കൊടുക്കണ്ടേ? ആവശ്യമില്ല. നിന്റെ ബോസിനോട് മര്യാദ കാണിക്കാൻ പറ. ഇന്ന് അയാൾ നിഹാരിയെ പറയുന്നു, നാളെ ഇനി എന്റെ ഭാര്യയെ പറയും, മറ്റന്നാളെ പിന്നെ നിന്റെ ഭാര്യയും പറയും. അതിനുശേഷം എന്റെ ഭാര്യ എന്തെങ്കിലും പറയും. ഒന്ന് വായടച്ചേ. ഞാൻ ഒരാളെയും പ്രേമിച്ചിട്ടില്ല. എനിക്ക് വേദവതി അമ്മയുടെ വീട്ടിലെ മരുമകളാകണമെന്ന് മാത്രമേ ഉള്ളൂ ആഗ്രഹം.
എല്ലാവരും കൂടി സന്തോഷമായിട്ടൊരു ഫോട്ടോഷൂട്ടിന് വന്നതാ. നിങ്ങൾ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞ് ആരെയും വിഷമിപ്പിക്കരുത്. ദയവ് ചെയ്ത് ഇവിടെ നിന്നും പോണം. ഞങ്ങളുടെ മകന്റെ ബോസ് ആയതുകൊണ്ട് വിടുന്നു. മറ്റൊരാളായിരുന്നെങ്കിൽ ഞങ്ങളുടെ ഭാവി മരുമകളെ അധിക്ഷേപിച്ചതിന് നിങ്ങൾ അനുഭവിച്ചേനെ. എന്റെ മകനിപ്പോ ഏത് അവസ്ഥയിലാണെന്ന് നിങ്ങൾ നേരിട്ട് കാണാതെ ഈ നിഹാരികയെ കുറിച്ച് ഞാൻ പറഞ്ഞത് നിങ്ങൾ വിശ്വസിക്കില്ല. എന്റെ മകനെ ഞാൻ ഇവിടേക്ക് കൊണ്ടുവരാം. നിഹാരിക, അയാൾ യാതൊരു പേടിയും കൂസലും ഇല്ലാതെയാ നിന്നെ കുറിച്ച് പറയുന്നത്. ഇനി അഥവാ അയാൾ പറഞ്ഞത് സത്യമാണോ? എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നേ? സത്യം പറയുന്നവർക്കേ ഇങ്ങനെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റൂ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെ പറഞ്ഞേ. എനിക്ക് നല്ല ദാഹമുണ്ട്, ഞാൻ കുറച്ച് വെള്ളം കുടിച്ചിട്ട് വരാം. ബോസ് വരുന്നതിന് മുൻപ് തിരിച്ചു വരണേ നിഹാരിക. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുമെന്ന് കരുതിയ സമയത്ത് ഇത് എന്തു ട്വിസ്റ്റാണാവോ? എല്ലാം യാതൊരു ഡിസ്റ്റർബൻസും കൂടാതെ മുന്നോട്ട് പോകുന്ന ഞാൻ വിചാരിച്ചത്. അപ്പോഴാ ഇയാളുടെ ഒരു വരവ്. അയാളായിട്ട് ഇങ്ങോട്ട് വന്നതാണോ അതോ ആവനെ അയാൾ ഇങ്ങോട്ട് വരുത്തിച്ചതാണോ? അയാൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് അയാൾ തെളിയിച്ചു കഴിഞ്ഞ ഇന്നത്തോടെ എന്റെ കാര്യം തീരുമാനമാകും. നിഹാരിക, വെള്ളം കുടിക്കണമെന്ന് പറഞ്ഞു വന്നിട്ട് നീ ഇവിടെ തന്നെ നിൽക്കുന്ന എന്താ നിഹാരിക? ഈ ജന്മത്തിലെ പാപത്തിന് അടുത്ത ജന്മത്തിൽ കിട്ടുമെന്നുള്ളത് മുൻപത്തെ കാലത്തായിരുന്നു. ഇന്ന് ചെയ്യുന്നതിന്റെ ഫലം ഇന്ന് തന്നെ കിട്ടുന്നതാ ഇക്കാലത്തെ നീതി. എന്തുകൊണ്ടാണെന്നോ? പണ്ടൊക്കെ നീതി 4 കാലിൽ നടക്കുമായിരുന്നു. ഇപ്പൊ പാപമാണ് 4 കാലിലൊക്കെ നടക്കുന്നത്. ഇനിയെങ്കിലും മാറ്. ഞാൻ പെട്ടെന്ന് കരുതിയാണോ ഉപന്യാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നേ? എന്റെ ഉപന്യാസത്തിന്റെ സാരാംശം എന്താണെന്ന് നീ മനസ്സിലാക്കിയില്ലെങ്കിൽ കൃഷ്ണയെയും സ്വന്തമാക്കാനാവാതെ നീ സന്യാസിയായി പോ. അതിനുശേഷം നിന്റെ കയ്യില് അധികാരവും ഭരണവും ഒന്നും അല്ല, ഒടുക്ക് മാത്രം ബാക്കിയാവും. ഞാൻ നിന്നെ പോലെയും ലാവണ്യെ പോലെയും എങ്ങനെയെങ്കിലും ജീവിക്കാൻ വേണ്ടി വേദവതിയുടെ വീട്ടിലേക്ക് വന്നവളല്ല. ഏയ്, വേദവതി അമ്മ, വേദവതി അമ്മ എന്ന് പറ. അമ്മയും ബൊമ്മയൊക്കെ നിങ്ങക്ക്, എനിക്കല്ല. ഞാൻ മരുമകളാകുന്നത് വരെ അമ്മ, അമ്മായി അമ്മ എന്നൊക്കെ സ്നേഹത്തോടെ വിളിക്കുണ്ടാവും. വൺസ് ഒഫീഷ്യലി മരുമകളായി കഴിഞ്ഞ നിന്റെ അമ്മായി അമ്മയെ കൊണ്ട് നക്ഷത്രം എണ്ണിക്കഞ്ഞ് നീ നന്നാവില്ല. ഈ അഹങ്കാരവും ധാർഷ്ട്യവും ഇല്ലാതാക്കാൻ വേണ്ടിയാ ദൈവം ചക്രവർത്തി സാറിനെ ഇങ്ങോട്ടേക്ക് അയച്ചത്. എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നീ വാ. നിഹാരികേ, നിഹാരികേ, ഇത് കണ്ടില്ലേ? നിഹാരിക, എന്റെ ഈ ഒരേ ഒരു മകൻ ഈ നിഹാരികയുടെ വലയിൽപ്പെട്ട് ഏതവസ്ഥയിലായിന്ന് കണ്ടോ? കോളേജിൽ വെച്ചുണ്ടായ പ്രേമ നിഹാരിയും ഇവനെ പ്രേമിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്റെ മകനെ അവൾക്ക് എപ്പോഴാണ് വേണ്ടാതായെന്നറിയില്ല. പക്ഷെ ഇവനെ ഇവൾ ഉപേക്ഷിച്ചു കളഞ്ഞു. എന്തിനാ നിഹാരിക അങ്ങനെ ചെയ്തത്? തെറ്റല്ലേ ഇത്? പാവത്തിന് നീ നോക്ക്. നീ കാരണം ഒരു ജീവിതം എങ്ങനെയായിന്ന് കണ്ടോ? ഇത്രയും നല്ലൊരു പയ്യനെ ഉപേക്ഷിച്ച്
കല്യാണം കഴിഞ്ഞ് എന്നെ നീ എന്തിനാ ആഗ്രഹിച്ചത്? നോക്ക് ശ്രീകരേട്ട, ഞാൻ നിങ്ങളെ കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞ സമയത്ത് നിങ്ങളുടെ കല്യാണം കഴിഞ്ഞ കാര്യമൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ആ പ്രശ്നം എന്തിനാ? ഈ പ്രശ്നം നോക്ക്. മകനെയും കൂട്ടി വന്ന് അവന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നീയാണെന്നാ പറയുന്നേ. ഇതിനി എന്താ മറുപടി ഉള്ളത്? ബന്ധമില്ലാത്ത കാര്യത്തെക്കുറിച്ച് സമാധാനം പറയേണ്ട ആവശ്യം എന്റെ നിഹാരിയേക്കില്ല. നിഹാരിക, നിഹാരിക, നിഹാരിക. മറുപടി പറയേണ്ട ആവശ്യം എന്താണെന്നാ നിങ്ങളുടെ ചോദ്യം. അപ്പോ നിഹാരിക നിഹാരിക എന്നവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താ? നോക്കടാ, നോക്ക്. നീ അന്ധമായി സ്നേഹിച്ചവള് നിന്നെ ദാരുണമായി വഞ്ചിച്ച് മറ്റൊരാളെ കല്യാണം കഴിക്കാൻ പോവാ. ഇനിയെങ്കിലും എടാ, നീ ഇതെല്ലാം മറന്ന് നീ നിന്നെ കുറിച്ച് ചിന്തിക്ക്. നിങ്ങളുടെ മകൻ എന്നെ പ്രേമിച്ചിട്ടില്ല, ഞാനും നിങ്ങളുടെ മകനെ പ്രേമിച്ചിട്ടില്ല. ശരിക്കും ഞാൻ നിങ്ങളുടെ മകനെ ഇതുവരെ കണ്ടിട്ടേ ഇല്ല. നിഹാരിക നിഹാരിക എന്ന് നിന്റെ പേരിൽ അയാൾ വിളിച്ചോണ്ടിരിക്കുന്നേ. പിന്നെ എങ്ങനെയാ നിനക്ക് അയാളെ അറിയാതിരിക്കുക? എക്സ്ക്യൂസ് മീ, നിങ്ങളുടെ എല്ലാവരുടെ സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഞാൻ നിങ്ങൾക്ക് മറുപടി തന്നോളാം. ചക്രവർത്തി സാറിന്റെ മകൻ പ്രണയിച്ചത് നിഹാരികയല്ല, അതെന്നെയാ. എന്തൊക്കെയാ നീ പറയുന്നേ? അതെ നിഹാരിക, ഈ കുട്ടി കള്ളം പറയാണ്. ചക്രവർത്തി സാറിന്റെ മകൻ നിഹാരിക നിഹാരിക എന്ന് പറയുന്നത് കേട്ടില്ലേ? പിന്നെ അത് അവളാണെന്ന് എങ്ങനെ പറയാൻ പറ്റും? എന്റെ പേര് നിഹാരിക എന്ന് തന്നെയാ. പറഞ്ഞത് സത്യം, എന്റെ പേര് നിഹാരിക എന്ന് തന്നെയാ. പച്ച കള്ളം. ഇത് കള്ളമല്ല, ഇത് തന്നെയാ സത്യം. ഞങ്ങളുടെ കോളേജിൽ ഇവരുടെ രണ്ടാളുടെയും പേര് ഒന്നായതുകൊണ്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് എല്ലാവരും കൺഫ്യൂസ് ആവാറുണ്ടായിരുന്നു. നിന്റെ കോളേജിന്റെ കാര്യം മാറ്റിവെക്ക്. ഞങ്ങൾ ഇവിടെ മൊത്തത്തിൽ ഇവിടെ കൺഫ്യൂഷനായി നിൽക്കുക. ഇതിൽ നിങ്ങൾ ആരും കൺഫ്യൂസ്ഡ് ആവണ്ട. ഇവനെ സ്നേഹിച്ച പെൺകുട്ടി ഞാനാ. എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ട് വേണ്ടാന്ന് വെച്ചതാ. ഞാൻ കാരണം ഇവൻ ഇങ്ങനെയായി മാറിയത്. ഈ നിഹാരിക നിന്നെ അറേഞ്ച് ചെയ്തതാണോ? ഇങ്ങനെ നാടകം കളിക്കാൻ വേണ്ടി പറഞ്ഞായിരിക്കും. അതെന്താ അങ്ങനെ പറഞ്ഞത്? എന്റെ മകൻ ഭ്രാന്തനായിരിക്കാം, പക്ഷെ ഞാൻ ഭ്രാന്തനല്ല. എന്റെ മുമ്പിൽ ഡ്രാമ കളിക്കണ്ട. ഇതില് വേറെ ഡ്രാമയൊന്നും ഇല്ല ചക്രവർത്തി സർ. എന്റെ ഫ്രണ്ട് പറഞ്ഞതാ സത്യം. ഹലോ മാഷേ, എന്റെ നിഹാരിക നല്ലൊരു ക്ലാരിറ്റി തന്നല്ലോ. ദയവ് ചെയ്ത് നിങ്ങളുടെ ഈ ഷോപ്പ് ഒന്ന് അടച്ചിട്ട് നോക്ക്. പൊട്ടനെ പോലെ ഇങ്ങനെ നിഹാരിക നിഹാരിക എന്ന് പറയുന്നുണ്ടല്ലോ, ഇതിനെ വിളിച്ചോണ്ട് പോവാൻ നോക്ക്. ഇല്ലെങ്കി ഇനി ഇവിടെ സംസാരം ഉണ്ടാവില്ല. ഉള്ള കാര്യം പറഞ്ഞേക്കാം. എന്റെ നിഹാരികയുടെ ഫ്രണ്ട് ഉള്ളതുപോലെ പറഞ്ഞില്ലേ? ഇതിൽ കൂടുതൽ ഇനി എന്ത് വേണം? അവരല്ല, എന്റെ മകൻ പറയണം. നീ ഇങ്ങോട്ട് വാ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും സത്യം എന്താണ് ചതി എന്താണെന്ന് തിരിച്ചറിയും. എടാ, നീ പ്രേമിച്ചത് ഇവരിൽ ആരെയാണെന്ന് പറ. നിന്നെ പ്രേമിച്ച് വഞ്ചിച്ചു കളഞ്ഞത് ആരാണെന്ന് പറ. നീ ആര് കാരണമായി ഈ അവസ്ഥയിലായെന്ന് പറ.
എടാ എടാ മോനെ, നീ ഒന്ന് ആലോചിച്ച് നോക്ക്, നന്നായിട്ടൊന്ന് ആലോചിക്ക്. നിഹാരിക ഞാനാണ്. നിന്നെ പ്രേമിച്ച നിഹാരിക ഞാൻ തന്നെയാ. പറ സന്ദീപ്, നീ സ്നേഹിച്ചിരുന്നത് എന്നെയാണെന്ന് പറ. നിഹാരിക, 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 ഈ കുട്ടിയാണെന്ന് തോന്നുന്നു. സന്ദീപ്, നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്. എടാ, നീ മെന്റലി ഡിസ്റ്റർബ്ഡ് ആയത് കാരണം മറന്നുപോയതായിരിക്കും. നീ പ്രേമിച്ച നിഹാരിക, എടാ ഈ കുട്ടിയാടാ. ഒന്ന് നിർത്തുന്നുണ്ടോ? പ്രേമിച്ചവൻ തന്നെ ആ കുട്ടിയാണെന്ന് പറയുമ്പോ നിങ്ങൾ എന്റെ മരുമകളെ കാണിച്ചു കൊടുക്കുന്നത് എന്താ? നിങ്ങൾ ഇത്തരം ചീപ്പ് ട്രിക്സ് പ്ലേ ചെയ്ത് നിഹാരികയെ ഞങ്ങളിൽ നിന്ന് അകറ്റാനായിട്ട് പ്ലാൻ ചെയ്യുമെന്ന് കരുതിയില്ല ചക്രവർത്തി സാർ. എന്തിനാ നിങ്ങളിത് ചെയ്തത്? ആരാ നിങ്ങളെ കൊണ്ടിത് ചെയ്യിച്ചത്? വേറെ ആരാ? ആവനിയാ. എന്നെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയാ ആവനി ഇതെല്ലാം പ്ലാൻ ചെയ്തത്. നമ്മുടെ കുലദൈവമായ സാക്ഷാൽ അന്നപൂർണ ദേവി പറഞ്ഞയച്ചതുപോലെ കൃത്യസമയത്ത് എന്റെ ഫ്രണ്ട് ഇവിടെ ഉണ്ടായിരുന്നത് ഏതായാലും നന്നായി. ഇല്ലെങ്കിൽ ഇന്ന് എന്റെ അവസ്ഥ എന്താകുമായിരുന്നു? ഇല്ലെങ്കിൽ ഇതാണ് സത്യമെന്ന് നിങ്ങൾ ആരും വിശ്വസിക്കില്ലായിരുന്നു. ഇതിനു മുൻപ് ഞങ്ങളുടെ വീടിന് വേണ്ടി, ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് നന്മ ചെയ്തിട്ടുണ്ടെന്നുള്ള നന്ദി കൊണ്ട് നിന്നെ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാമെന്ന് വിചാരിക്കുമ്പോ ഇങ്ങനെ വേണ്ടാത്ത കാര്യങ്ങൾ ചെയ്യുന്നു. ഇതൊരിക്കലും നല്ലതിനല്ല. ആവനി എപ്പോഴും നിങ്ങളുടെ കുടുംബത്തിന്റെ നന്മയെക്കുറിച്ച് ആലോചിച്ചിട്ടുള്ളൂ. പക്ഷെ അത് നിങ്ങൾക്കാർക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. ഇനി നിങ്ങളൊന്നും പറയാതെ പോകാൻ നോക്ക്. ഈ നിഹാരികയ്ക്ക് ശ്രീകരനെ നഷ്ടമായപ്പോ നിങ്ങളുടെ കുടുംബം പൂർണ്ണമായും രക്ഷപ്പെട്ടു എന്നാ കരുതിയത്. പക്ഷേ നിങ്ങൾ വീണ്ടും വിളിച്ചു വരുത്തുമല്ലേ? ഇനി നിങ്ങളെ ആർക്കും രക്ഷിക്കാനാവില്ല. ഹലോ മാഷേ, ഈ പെർഫോമൻസ് ഒന്നും ഞങ്ങളുടെ മുമ്പിൽ ഇറക്കല്ലേ. പോവാൻ നോക്ക്. കഴിഞ്ഞില്ലേ? പോവാൻ നോക്ക്. നിഹാരികയെ കൃഷ്ണ കല്യാണം കഴിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലാന്ന് വിചാരിച്ച് ഇങ്ങനെയൊക്കെ ഡ്രാമ കളിക്കണോ? നീ ഒരിക്കലും നന്നാവില്ലേ? ഇങ്ങനെയൊക്കെ നടക്കുന്ന ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിഹാരികയുടെ സ്വഭാവം എല്ലാവരും മനസ്സിലാക്കുമെന്നും സാറിന്റെ മോന്റെ അസുഖം ഭേദമാകുമെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ എല്ലാം പാളിപ്പോയില്ലേ. നിങ്ങളുടെ മകനെ കാണുമ്പോ ശരിക്കും പാവം തോന്നുന്നു സർ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതി ലഭിക്കുമെന്ന് കരുതിയാ വരാൻ പറഞ്ഞത്. നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ട് വന്നതാ. നിങ്ങളുടെ ശ്രമം വെറുതെ ആയി പോയതിന് എന്നോട് ക്ഷമിക്കണം. ദുഷ്ടന്മാർക്കും ദൈവം കുറച്ച് സമയം കൊടുത്തു വരും നല്ലവരാകാൻ വേണ്ടി. പക്ഷെ അവര് കരുതുന്നത് അവരുടെ വഴിയാണ് ശരി, അവർക്കൊന്നും സംഭവിക്കുകയില്ലെന്നും. നിഹാരികയും അങ്ങനെ തന്നെയാ. നീ നിന്നാൽ കഴിയുന്നത് ചെയ്തു. പക്ഷെ ഞങ്ങൾക്ക് ഭാഗ്യമല്ല മോളെ.
ദാ ഇത് നോക്ക്. എന്താ സന്ദീപ് എന്തിനാ വരാൻ പറഞ്ഞേ?